എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഒരു വലിയ തേനീച്ചയെ കണ്ട് ഇപ്പൊ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മുട്ടയ്ക്കകത്തുള്ള തേനീച്ചകളാവട്ടെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ചക്ര പവർ അത് ഊറ്റിയെടുക്കാൻ തുടങ്ങും. പവർ നഷ്ടപ്പെട്ട് ഇപ്പൊ കിബയാവട്ടെ അവൻ താഴേക്ക് വീഴും. കലിപ്പടിച്ച് ഷിനോ ആവട്ടെ ഒരു ബ്ലേഡ് എടുത്ത് ആ ഒരു വലിയ തേനീച്ചയ്ക്ക് നേരെ വലിച്ചെറിയുമ്പോൾ തേനീച്ച ആവട്ടെ ദേഷ്യത്തില് ഒരുപാട് ഹണി ബാഗ്സ് അവർക്ക് നേരെ വലിച്ചെറിയും. കട്ട് ചെയ്താ ഇവിടെ ഹിനട്ടെ ആവട്ടെ അവൾ എങ്ങനെയെങ്കിലും ആ ഒരു ഹണി അതെങ്ങനെയെങ്കിലും ബോഡിയിൽ നിന്ന് ഇളക്കി മാറ്റാൻ നോക്കുമെങ്കിലും ചെറിയ ഒന്ന് രണ്ട് ഓട്ടകൾ മാത്രമേ അതിൽ വീഴുകയുള്ളൂ. അവൾ വ്യാഹു കണ്ണെടുത്ത് വീണ്ടും അവിടെ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ ആ തുരങ്കത്തിന്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ടാവും. അപ്പൊ അവള് വീണ്ടും പഴയ ഇമാജിനേഷനിലേക്ക് പോവും. കുട്ടപ്പന്റെ പവർ തീർച്ചയായിട്ടും എൻ്റെ കുട്ടപ്പന് വേണ്ടിയെങ്കിലും ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൾ അവളുടെ പവർ ഇപ്പൊ മുഴുവനായിട്ടും പുറത്തെടുക്കാൻ തുടങ്ങും. അവൾ അങ്ങനെ തന്നെ പാറയിൽ ഇടിച്ചു തെറിച്ച് ഇപ്പൊ താഴേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ ബാക്കി രണ്ട് വില്ലന്മാരും അവിടേക്ക് വരുമ്പോ ഇവിടെ മെയിൻ വില്ലത്തി ആവട്ടെ നമ്മുടെ ആൾക്കാരെ എല്ലാവരും തന്നെ ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. വില്ലത്തി അവരെ നോക്കി ഇപ്പൊ കളിയാക്കിക്കൊണ്ട് ചിരിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ഷിനോ ആവട്ടെ അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഈച്ചേനെ ഇപ്പൊ പുറത്തേക്ക് വിടാണ്. അവള് വീണ്ടും പറയും, നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഒരു പിക്കോച്ചുവിനെ ഞങ്ങൾക്ക് തന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിനട്ട അവളെ എന്നേക്കുമായിട്ട് ഞങ്ങൾ കൊന്നു തള്ളും. അത് കേട്ട് ഷിനോ ആവട്ടെ ആ പിക്കോച്ചു അത് മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം ഏത് സ്മെല്ല് കിട്ടുന്നോ അതിന്റെ പുറകെ ആയിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ വില്ലന്മാര് അവരും ഇതേ കാര്യം തന്നെ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിക്കോച്ചു പുറത്തു വരുന്നതിന് മുൻപ് നമുക്ക് എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം. പിക്കോച്ചുവിനെ കൈ കിട്ടിയാലും തീർച്ചയായിട്ടും ഷിനോയെ നമുക്ക് കൊന്നു തള്ളണം. ഇപ്പൊ ഷിനോ ആവട്ടെ ഒരു വിധത്തില് അവർക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഞങ്ങൾ പിക്കോച്ചുവിനെ തരാം, പക്ഷെ അതിനു മുൻപായിട്ട് ഞങ്ങൾക്ക് ഹിനട്ടയെ ഒന്ന് കാണണം. അത് കേട്ട് അവർ നദിക്കരയിലേക്ക് എത്തുമ്പോ നമ്മുടെ ഹിനട്ടയെ അവിടെ കാണാനുണ്ടാവില്ല. മാത്രമല്ല ആ ഒരു ത്രെഡ് അതിപ്പോ കട്ടായി കിടപ്പുണ്ടാവും. അയ്യോ അവള് മരിച്ചുപോയോ? ആ ഒരു ത്രെഡ് അത് കട്ടായിട്ടുണ്ട്. അവളോട് 100 തവണ പറഞ്ഞതാണ് ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നിവർ പരസ്പരം പറയുമ്പോ അതൊക്കെ കുട്ടപ്പൻ കേട്ട് കുട്ടപ്പന് കലി ഇളകി. ഹിനട്ട എവിടെ, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് അവനിപ്പോ അലറാൻ തുടങ്ങും. അത് കേട്ട് കണ്ണാടി വില്ലൻ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അവന്റെ തലയിൽ തന്നെ ചവിട്ടി മെതിക്കും. അപ്പോൾ ഷിനോ അലറി പറയും, ഞങ്ങൾക്ക് ഹിനട്ടയെ തിരികെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പിക്കോച്ചുവിനെ കിട്ടാൻ പോകുന്നില്ല. വില്ലത്തി ചിരിക്കും, അവളെ ഞങ്ങളായിട്ട് കൊന്നതല്ല, അവള് തന്നെ അവളുടെ മരണം വിളിച്ചു വരുത്തി. പണ്ട് മുതലേ ഞങ്ങളുടെ സ്റ്റോൺ വില്ലേജും ലീഫ് വില്ലേജും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ മരണങ്ങള് അത് വളരെ സർവ്വസാധാരണമാണ്. പിക്കോച്ചുവെ തന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ജീവൻ ഭിക്ഷയായിട്ട് ഞാൻ തിരികെ തരാന്ന് അവള് പറയും. താടിക്കാരൻ കത്തിയെടുത്ത് ഇപ്പൊ കിബയുടെ കഴുത്തി വെച്ച് സത്യം പറയും, പിക്കോച്ചു എവിടെ? അതിനെ തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തട്ടിക്കളയെന്ന് പറയും. അത് കേട്ട് ഷിനോ പേടിച്ചു വരച്ച് ഇപ്പൊ പിക്കോച്ചു എവിടെയെന്ന് പറയാൻ പോകുമ്പോ അതിന് കുട്ടപ്പൻ നിലവിളിക്കും, ഷിനോ ഒരിക്കലും പറയരുത്. ആ കണ്ണാടി തലയൻ ഇപ്പൊ ചാടി വീണ് കുട്ടപ്പന്റെ തലയില് 5-6 തൊഴി വളരെ ശക്തിയിൽ കൊടുക്കും. കുട്ടപ്പന് കലി കയറി അവൻ മുഖം ഉയർത്തുമ്പോ ഇപ്പൊ അവനെ കാണാൻ ആ ഒരു നൈറ്റ് ടൈൽ ഫോക്സിനെ പോലെ തോന്നും. അത് കണ്ട് വില്ലനാവട്ടെ അവൻ പേടിക്കാൻ ആരംഭിക്കും. കണ്ണാടി തലയൻ കത്തി ഊരി കുട്ടപ്പനെ കൊല്ലാനായിട്ട് ഓടി അവന്റെ അടുത്ത് എത്താൻ നേരം ലോങ് ഷോട്ടിന്ന് ഒരു കത്തി ഇപ്പോ പറന്നു വന്ന് അവരുടെ രണ്ടുപേരുടെയും നടുക്ക് തറച്ചു നിൽക്കും. വെറും കത്തിയല്ല, ഒരു പേപ്പർ ബോംബ് കണക്ട് ചെയ്ത കത്തി. അത് പൊട്ടി അങ്ങോട്ട് തെറിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരും വില്ലന്മാരും രണ്ടുപേരും 2 ഭാഗത്തായി മാറും. അതെറിഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹിനട്ട കുട്ടപ്പി. എന്റെ ഫ്രണ്ട്സിനെ തൊടണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ കൊല്ലണം. അവര് വണ്ടറടിച്ച് ഇവളെങ്ങനെ രക്ഷപ്പെട്ടു ചിന്തിക്കുമ്പോ ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ പെങ്കൊച്ച് പുഴയിലൂടെ ഒഴുകി പോകുമ്പോ അവള് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിക്കും. കറക്റ്റായിട്ട് അവള് പോയി ഒരു പാറയിൽ ഇടിക്കുമ്പോ ആ വെബ് തകർന്ന് ഹിനട്ട ആവട്ടെ ആ പാറയിൽ അള്ളിപ്പിടിച്ചിരിക്കും. വെബ് മാത്രം ഒഴുകി ആ ഒരു കുഴിക്കുള്ളിലേക്ക് പോവും. അത് കേട്ട് കാലിപ്പിളകി നമ്മുടെ 3 വില്ലന്മാരും അവരുടെ കൈ വിരിച്ചു വെച്ച് ഒരുപാട് ഈച്ചകളെ ഇപ്പൊ കുട്ടപ്പിക്ക് നേരെ പറത്തി അങ്ങോട്ട് വിടും. നമ്മുടെ പെങ്കൊച്ച് ആള് ചില്ലറക്കാരിയല്ല, അവള് കൈ കൂപ്പി കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ഒരു 60 ഡിഗ്രി ചക്ര സർക്കിൾ തന്നെ അവൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അവള് കൈ നീട്ടി ഇപ്പൊ വട്ടത്തി കറങ്ങാൻ തുടങ്ങും. അവളുടെ പവറില് ചക്ര പോയിന്റ്സ് തെറിച്ചു വന്ന് ഈച്ചകളെ ഒന്നൊന്നായിട്ട് ഇപ്പൊ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കുട്ടപ്പൻ വാവ് അടിപൊളി നീ കലക്കി ഹിനട്ടാന്ന് പറയുമ്പോ ഇവിടെ ഷിനോ ആവട്ടെ അവൾക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടാവാൻ കാരണം മറ്റാരുമല്ല
നീ തന്നെയാണ്. അവള് നിന്നെ തന്നെ മാതൃകയാക്കി ഞങ്ങളുടെ കൂടെ കൂടി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ ഒരുപാട് അടി വാങ്ങിയെങ്കിലും പിന്നീട് പതിയെ പതിയെ അവള് പ്രാക്ടീസ് ചെയ്ത് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള നിഞ്ചയായി മാറി. അവള് രാപ്പകൽ അധ്വാനിച്ച് അവള് തന്നെ ഒരു പ്രത്യേക ജിപ്സു കണ്ടുപിടിച്ചു. അതാണ് ഇപ്പൊ അവൾ ഉപയോഗിച്ചത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഷിനോ ആവട്ടെ ആ വാക്സ് കീറിപ്പൊളിച്ച് ഇപ്പൊ പുറത്തേക്ക് വരും. ആക്ച്വലി ഇതെല്ലാം തന്നെ ഷിനോയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആ ഈച്ചയെ അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടാണ് വാക്സ് അവരുടെ ബോഡിയിൽ ഷിനോ വീഴ്ത്തിയത്. അല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള ഈച്ചകള് അവരുടെ ചക്ര പവർ അങ്ങനെ തന്നെ വലിച്ചെടുത്തേനെ. അതിനുശേഷമാണ് ഷിനോ അവന്റെ ഈച്ചകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും ചുറ്റിയിരുന്ന ആ വാക്സ് തന്നെ നിർജീവമാക്കിയത്. ഇപ്പൊ എല്ലാവരും ആ വാക്സും കീറിപ്പറിച്ച് പുറത്തേക്ക് വരും. പക്ഷെ കിബയാവട്ടെ അവൻ ഇപ്പോഴും ബോധമറ്റ് കിടക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പി ആവട്ടെ അവളുടെ പവർ അത് വിവിധ തരത്തിൽ ഉപയോഗിച്ച് ഇപ്പൊ ഈച്ചകളെ എല്ലാം തന്നെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ പെർഫോമൻസ് കണ്ട് കുട്ടപ്പനടക്കം എല്ലാവരും വണ്ടറടിച്ച് നോക്കി നിൽക്കും. അപ്പൊ അതേ സമയത്ത് വില്ലന്മാർക്ക് മനസ്സിലാവും ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവളുടെ കാര്യത്തില് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവര് വീണ്ടും സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ആ പൊന്തൻ ഈച്ചയെ ഇപ്പൊ വിളിച്ചു വരുത്തും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അതാവട്ടെ ഇപ്പൊ വാക്സ് അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ആ അടിയില് ഹിനറ്റ ആവട്ടെ തെറിച്ചു പോയി വീഴും. കുട്ടപ്പൻ ഹിനട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടുമ്പോ ഷിനോ ആവട്ടെ അവനെ തടഞ്ഞു വെക്കും. അവൻ പറയും ഇത് നമ്മുടെ പഴയ ഹിനട്ടയല്ല, അവള് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നു പറയുമ്പോ അപ്പൊ കറക്റ്റായിട്ട് ഹിനട്ട ചാടി എഴുന്നേറ്റ് അവളുടെ കൈ കറക്കാൻ ആരംഭിക്കും. ഓരോ റൊട്ടേഷനിലും ചക്ര പവർ പുറത്തു വരുമ്പോ അത് ചേർത്ത് വലിയൊരു ഷീൽഡ് ഉണ്ടാക്കി അതാ പൊന്തൻ ഈച്ചയ്ക്ക് നേരെ വലിച്ചങ്ങോട്ട് എറിയും. അതിൽ ഇടിച്ചു തെറിച്ച് നമ്മുടെ ഈച്ചയാവട്ടെ ആ 3 വില്ലന്മാരെയും ചമ്മന്തിയാക്കി തെറിച്ചു പോവും. ഹിനട്ടയുടെ പവർ അതിപ്പം മുഴുവനായിട്ടും തീർന്നിട്ടുണ്ട്. അവൾ പതിയെ തലചുറ്റി താഴേക്ക് വീഴുമ്പോ കുട്ടപ്പൻ ചാടി വീണ് അവളെ തൂക്കിയെടുക്കും. സൂപ്പർ ഹിനട്ട എന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ വില്ലന്മാരെ ഒതുക്കി നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഒരു പിക്കോച്ചുവിനെ നോക്കി നിൽക്കുമ്പോ അതാവട്ടെ ഇപ്പൊ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പനാവട്ടെ സാസുകയുടെ ബാൻഡ് എടുത്ത് റെഡി ആയിട്ട് നിൽക്കുമ്പോ ആ വില്ലത്തി അവള് വീണ്ടും അവിടേക്ക് ഓടിപ്പെടച്ചു വരും. അവള് കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഈച്ചകളെയും പറഞ്ഞയക്കുമ്പോ അവയൊന്നും തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ 7 അയലത്ത് അടുക്കില്ല. കാരണം ഷിനോ അവൻ കൊണ്ടുവന്ന ആ ഒരു മരുന്ന് അവർക്ക് ചുറ്റും ഇപ്പോ സ്പ്രെഡാക്കി കളഞ്ഞു. അവർക്ക് ചുറ്റും സ്പ്രെഡാക്കി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈച്ച പോലും അവരുടെ 7 അയലത്ത് വരില്ല. അവള് വീണ്ടും ആ ഒരു വലിയ ഈച്ചയെ കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാർക്ക് നേരെ ഓടി ഓടി വരികയാണ്. അപ്പൊ കുട്ടപ്പൻ അവന്റെ കൈ നിവർത്തി ആ ഒരു റെസൻ ഗൺ പവർ തന്നെ അവന്റെ കയ്യിൽ കൊണ്ടുവരും. അവര് ക്ലോസ് എത്തിയ ഉടനെ അവനാവട്ടെ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ചാടി ഒരൊറ്റ അടി. ആ അടിയില് അവര് നിന്ന സ്ഥലം തന്നെ ഒന്ന് കുലുങ്ങി ഈച്ചയും ആ പെണ്ണും അവിടെ തന്നെ വടിയാവും. പക്ഷെ എന്താ, കുട്ടപ്പന്റെ കയ്യിലുണ്ടായിരുന്ന സാസുകയുടെ ആ ബാൻഡ് അതിപ്പോ അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു. അപ്പോ ഒരു കാര്യം, ആ മൊട്ട പതിയെ ഇളകി അത് പുറത്തേക്ക് വരാൻ ആരംഭിക്കും. ഹിനട്ട കൈകൂപ്പി വീണ്ടും അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് ആ ഒരു ബാൻഡ് അതെവിടെയാണെന്ന് ഇപ്പൊ കണ്ടുപിടിക്കാൻ ആരംഭിക്കും. അപ്പൊ അവള് കാണും അവള് നിൽക്കുന്നതിന് തൊട്ടടുത്ത് ഒരു മരത്തിനിടയില് അത് കുടുങ്ങിക്കിടക്കുന്നത്. അത് അവിടെയുണ്ട്, വേഗം എടുക്കുന്ന് അവള് കാറി പറയുമ്പോ നമ്മുടെ സ്വത്തുക്കുട്ടപ്പൻ അവിടേക്ക് ചാടി വീണ് മുക്കി മുക്കി അതെടുക്കാൻ നോക്കും. അതേസമയം ഇവിടെ ആവട്ടെ ആ പിക്കോച്ചു അത് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ അത്ര നേരം പിടിച്ചു നിന്ന കുട്ടപ്പന്റെ കൺട്രോള് പോയി ഒരു ബോംബ് അങ്ങോട്ട് ഇടും. കറക്റ്റായിട്ട് പിക്കോച്ചുവിന് ആ ഒരു സ്മെല്ല് കിട്ടി കുട്ടപ്പന്റെ ഹൗസിങ്ങിൽ പോയി ഇപ്പൊ കുത്തിയിരിക്കും. അത് കണ്ട് കലി കയറി ബാക്കിയുള്ളവര് ഇപ്പൊ കുട്ടപ്പനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഗ്രാമത്തില് സാക്കുറ ആവട്ടെ കുട്ടപ്പനെ നോക്കി യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും വലിയൊരു ഗോൾഡൻ ചാൻസ് നീ നശിപ്പിച്ചു അല്ലേ? സാക്കുറ നാട് മുഴുവൻ ഇപ്പൊ കുട്ടപ്പനെ ഓടിച്ചിട്ടിടിക്കാൻ തുടങ്ങും. ഇവിടെ ഹൊക്കാഗെ ആന്റി ആ ഒരു മിഷൻ ഫെയിലായതോർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കും. പക്ഷെ ഹിനട്ട കുട്ടപ്പി അവളിപ്പോ ഹാപ്പിയാണ്. മാത്രമല്ല അവളെ ഓർത്ത് അഭിമാനത്തോടു കൂടി ചിരിക്കുന്നതോടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.